മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റ് ഫീൽഡിംഗിലെ തന്റെ വിളിപ്പേരായ ക്യാപ്റ്റൻ കൂൾ ട്രേഡ് മാർക്കാക്കാൻ വേണ്ടി അപേക്ഷ നൽകി. ട്രേഡ് മാർക്ക് രജിസ്ട്രി പോർട്ടലിലെ വിവരമനുസരിച്ച് ജൂൺ 5-നാണ് ധോണി അപേക്ഷ നൽകിയത്. സ്പോർട്സ് പരിശീലനം, അനുബന്ധ സേവനങ്ങൾ എന്നീ വിഭാഗത്തിലാണ് ക്യാപ്റ്റൻ കൂൾ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ധോണി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം പ്രഭാസ് സ്കിൽ സ്പോർട്സ് എന്നൊരു കമ്പനി മുൻ ക്യാപ്റ്റൻ കൂൾ ട്രേഡ് മാർക്ക് ആക്കാൻ അപേക്ഷ നൽകിയെങ്കിലും പിന്നീട് തിരുത്തൽ നൽകി. ഏതു സമ്മർദ്ദ സാഹചര്യത്തിലും ഗ്രൗണ്ടിൽ കൂളായി നിൽക്കുന്ന ധോണിയെ വർഷങ്ങളായി ആരാധകർ വിളിക്കുന്ന പേരാണ് ക്യാപ്റ്റൻ കൂൾ. താരങ്ങളോട് ദേഷ്യപ്പെടാതെ കൃത്യമായി തന്ത്രങ്ങൾ മെനയുന്ന ധോണി ഇന്ത്യൻ ടീമിലും ചെന്നൈ സൂപ്പർ കിങ്സിലും ആരാധകർക്ക് കൗതുക കാഴ്ചയായി. ഇനി ധോണിയെക്കുറിച്ചുള്ള കുറച്ച് സീക്രട്സ് നമുക്ക് നോക്കാം. 3 ICC ട്രോഫികൾ നേടിയ ഒരേയൊരു ക്യാപ്റ്റനാണ് ധോണി. 2007 T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2013 ICC ചാമ്പ്യൻസ് ട്രോഫി. 16 വർഷത്തെ അന്താരാഷ്ട്ര സേവനത്തിന് ശേഷം 2020 ഓഗസ്റ്റ് 15-ന് ധോണി വിരമിച്ചു. 90 ടെസ്റ്റുകളിൽ നിന്ന് 4876 റൺസും 350 ഏകദിനങ്ങളിൽ നിന്ന് 10773 റൺസും 98 T20 മത്സരങ്ങളിൽ നിന്ന് 1617 റൺസും ഉൾപ്പെടെ 15000-ലധികം അന്താരാഷ്ട്ര റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 2019 ലോകകപ്പ് സെമി ഫൈനലിലാണ് ധോണി അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്. 2004 ഡിസംബർ 23-ന് ചാറ്റോഗ്രാമിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച ധോണി വെറും 0-യാണ് തിരിച്ചു വന്നത്. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കലുകൾ നടത്തിയ വിക്കറ്റ് കീപ്പറുകളിൽ ധോണി 5-ാം സ്ഥാനത്തുണ്ട്. IPL-ലെ ഏറ്റവും വിജയകരമായ വിക്കറ്റ് കീപ്പറാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റനായിട്ടുള്ള ധോണി. 208 മത്സരങ്ങളിൽ നിന്ന് 152 പുറത്താക്കലുകളാണ് ധോണി നേരിട്ടത്. ധോണി തന്റെ കരിയറിൽ 7-ാം നമ്പർ ജേഴ്സി ധരിച്ചിരിക്കും. ജൂലൈ 7-ന് അദ്ദേഹത്തിന് ജന്മദിനമായതിനാൽ അദ്ദേഹത്തിന് 7-ാം നമ്പറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ജൂലൈയും 7-ാം മാസമാണ്. അതിനാൽ ധോണിക്ക് 7 എന്ന നമ്പർ പല രൂപങ്ങളിലും ആവർത്തിച്ച് ഒരു ലക്കി നമ്പറായി വരുന്നു. 9 IPL ഫൈനലുകളിൽ പങ്കെടുത്ത ഒരേ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് ധോണി. ചെന്നൈ സൂപ്പർ കിങ്സിനെ 3 IPL കിരീടങ്ങളിലേക്ക് അദ്ദേഹം നയിച്ചു. 2010-ലും 2011-ലും 2018-ലും. IPL ധോണിക്ക് കളിക്കാൻ കഴിഞ്ഞ ഒരേയൊരു ടീം റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് ആണ്. ലിമിറ്റഡ് ഓഫർ ക്രിക്കറ്റിൽ ധോണി ഹെലികോപ്റ്റർ ഷോട്ട് തന്റെ ഒരു ട്രേഡ് മാർക്കാക്കി മാറ്റിയിരുന്നു. അടുത്ത സുഹൃത്തായ ജാർഖണ്ഡ് ക്രിക്കറ്റ് താരം സന്തോഷ് ലാലാണ് അദ്ദേഹത്തിന് ഈ ഷോട്ട് പഠിപ്പിച്ചത്. T20 ലോകകപ്പുകളിൽ ഒരു ടീമിനെ നയിച്ച ഒരേ ഒരു ക്യാപ്റ്റനാണ് നമ്മുടെ സ്വന്തം ധോണി. 2007, 2009, 2010, 2012, 2014, 2016 ഈ വർഷങ്ങളിലാണ് T20കളിൽ ഇന്ത്യൻ ടീമിനെ ധോണി നയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നടൻ ജോൺ എബ്രഹാമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ നീണ്ട ഹെയർ സ്റ്റൈലിന് പ്രചോദനമായത് ജോണാണ്. സുശാന്ത് സിംഗ് രജപുത് ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ധോണിയുടെ ജീവചരിത്ര സിനിമയായ MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി 2016 സെപ്റ്റംബർ 30-ന് പുറത്തിറങ്ങി. ചിത്രം വൻ ഹിറ്റായി. ധോണി ബാറ്റ്സ്മാനും ഫുട്ബോളും കളിച്ചിരുന്നു. ഉത്തരാഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ സ്ഥിരതാമസമാക്കിയ ജാർഖണ്ഡിലെ 2 കായിക ഇനങ്ങളിലും ജില്ലയിലെ ക്ലബിലും പ്രതിനിധീകരിക്കാൻ ധോണി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മഹി ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചത്. പാരാഫോഴ്സിന്റെ റെജിമെന്റൽ ഡാഗർ ചിഹ്നം അദ്ദേഹത്തിന്റെ പച്ച വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകളിലും പതിച്ചിരുന്നു. ധോണിയുടെ മോട്ടോർ സൈക്കിൾ ഭ്രമം പ്രസിദ്ധമാണ്. ധോണിയുടെ ശേഖരത്തിനുള്ള നിരവധി ബൈക്കുകളിൽ ഒന്നാണ് X132 ഹെൽകാറ്റ്. അതുപോലെ തന്നെ ധോണിക്ക് നായകളെ വളരെ ഇഷ്ടമാണ്. ഒരു പരമ്പരയ്ക്ക് ശേഷം റാഞ്ചിയിലെ തന്റെ വീട്ടിലെ നായകളെ കാണാൻ പോകാൻ തനിക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. കാരണം ജയിച്ചാലും തോറ്റാലും അവർ തന്നോട് ഒരുപോലെ പെരുമാറുന്നു എന്നാണ് ധോണി മറുപടി പറഞ്ഞത്.